C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതിപ്പോ പെട്ടതേ ഞാനാ. ഈ മാഡത്തിന്റെ ജീവന് പ്രൊട്ടക്ഷനും കൊടുക്കണം, വായിൽ നിന്ന് വരുന്നത് തർജ്ജിമ ചെയ്ത് മാറ്റി വേറെ അർത്ഥത്തിൽ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എന്റെ ഒരു വിധിയേ. എന്തായിരുന്നു കുറച്ചു മുന്നേ ഫ്രണ്ട് ഓഫീസിൽ കാണിച്ചുകൊണ്ടിരുന്നത്? നമിച്ചു. അത് പിന്നെ ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനൊക്കെ. നീലാസ്തി കൊടുത്തിക്കുള്ള ആളുണ്ട് ഈ ആഫീസില്. നമ്മള് പേടിച്ചു പോയി ആശാനെ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനേക്കാൾ പേടിച്ചെന്ന ആശാന് എന്തു കുഴപ്പം? ബാക്കിയുള്ളവനല്ലേ കഷ്ടപ്പെട്ടത്. രവി, നീ വാ. അതെ നമ്മൾ ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യേണ്ടത്? അതെ, കുറച്ച് മുറുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ മടക്കിയും ചുരുട്ടിയും വായിലിട്ട് ചവച്ചിരുന്നാ മതി. വേണമെങ്കിൽ ഒരു കോളാമ്പിയും കൂടെ ഏർപ്പാടാക്കി തരാം. രാജാറാം, താനിവിടെ വെറുതെ ഇരുന്നാ മതി. ഫയലുകൾ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൈൻ, സിഗ്നേച്ചർ, ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അതിന് ഇവിടെ ആർക്കിരിക്കണ ഒപ്പ്? നമുക്കൊപ്പൊന്നുമില്ല. പിന്നെ മനസ്സിലായില്ലേ? ഒപ്പിന് വരെ നമുക്ക് വിരലടയാളം മാത്രമേ അറിയൂന്ന്. പറഞ്ഞു തന്നാ കൃത്യ സ്ഥലത്ത് നമ്മള് വിരൽ പതിപ്പിക്കും. ഇപ്പൊ മനസ്സിലായ ആശാന്? രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് ധാരാളം പെൻഡിങ് ഫയൽസ് ഉണ്ട്. മിക്കവാറും വിരൽ തേഞ്ഞു തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര എണ്ണം വേണമെങ്കിൽ കൊണ്ടുവന്നോ. അതൊക്കെ ഈ കൺമണിയേറ്റ് ആശാൻ ഞെട്ടും, നോക്കിക്കോ. ശരിക്കും ആശാനല്ല ഞെട്ടാൻ പോകുന്നത്. ഫയൽ തുറന്ന് നോക്കുമ്പോ സിംഗപ്പൂരിലെ നമ്മുടെ കമ്പനിയുമായി കൊളാബുള്ള ബിസിനസ് മാഗ്നറ്റുകളുണ്ട്. അവരായിരിക്കും ശരിക്കും ഞെട്ടി വിറയ്ക്കാൻ പോകുന്നത്. വിയർക്കും രവി, ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് വിയർക്കും. ഓഫീസിലെ ഈ AC ഒന്നും പോരാതെ വരും. നീ നോക്കിക്കോ. വാ. സർ, നെക്സ്റ്റ് ഇയറിന്റെ പ്രൊജക്ടുകൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ സർ. പുതിയ ചില ഓർഡറുകൾ വന്നിട്ടുണ്ട്. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.